കുട്ടപ്പച്ചേട്ടൻ്റെ കടയിൽ ചായ മട തിന്നാൻ പോയ സമയത്ത് അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ആ ആളെ നമ്മുടെ ഈ കാട്ടിന് നടുക്കാണെങ്കിൽ തേനൊക്കെ വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ കുട്ടപ്പച്ചേട്ടൻ്റെ അവിടെ കടയിരുന്ന അയാളെ വല്ല കള്ളം പറഞ്ഞല്ലോ? കള്ളൊന്നും പറഞ്ഞല്ലായിരിക്കും, എന്തായാലും തേനെ കാണും. നല്ല ശുദ്ധമായിട്ടുള്ള തേനാന്ന് പറയുന്നത്. അല്ല ചേട്ടാ, ഈ നടുക്കാട്ടിലെ കൊണ്ട് ചാരങ്ങൾ വാങ്ങിക്കോ തേൻ. ഇല്ല ചേട്ടാ, വലിയ തേനീച്ചക്കൂടുകൾ അവിടുന്ന് തേനെടുത്ത് ഈ കാട്ടിൽ നിന്ന് സിറ്റിയെ കൊണ്ടുവെക്കും. അങ്ങനെയാ അവിടെ പോയി വാങ്ങിക്കാം. ഈ കാട്ടിൽ വന്ന് കിട്ടിയ നല്ലപോലെ ശുദ്ധമായിട്ട് കിട്ടും. അങ്ങോട്ട് കൊടുക്കുമ്പോൾ വേറെ എന്താണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നെന്ന് പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ ഈ കാട്ടിൽ വന്ന് വാങ്ങിക്കണ്ടേ. എന്നാ പെട്ടെന്ന് ഇറക്കി ചേട്ടാ, നല്ലപോലെ ഇരട്ടി. കുട്ടപ്പച്ചേട്ടന്റെ കട വന്ന് അയാളാണല്ലോ പറഞ്ഞേ ഈ ഭാഗത്തായിട്ടാ തേൻ ഉള്ളതെന്ന്. തേനും തേനീച്ച കൂടുകളൊക്കെ. എന്നിട്ട് ഇവിടെ ഒരു തേനീച്ച പോലും ഇല്ലല്ലോ. ഇതേ കുറെ മിന്നാമിന്നികൾ മാത്രം പറഞ്ഞു കിടപ്പുണ്ട്. അയാള് നമ്മളെ പറ്റിച്ചതാ തുമ്പി. ഞാൻ ചേട്ടനോട് പറഞ്ഞത് അപ്പഴേ വരണ്ടെന്ന്. ഇനി എന്ത് ചെയ്യാനാ, തിരിച്ചു പോവാ. അല്ല ചേട്ടാ, നേരെ എന്തിനാ നടക്കുന്നത്? നമ്മള് ബാക്കോട്ടല്ലേ പോണ്ടേ? ഇതൊരു ഷോർട്ട് കട്ടാ. അതൊക്കെ ചേട്ടൻ അറിയ ഷോർട്ട് കട്ടാണ്. കണ്ടിച്ചൊരു ഷോർട്ട് കട്ട് പോലും. നമുക്ക് എങ്ങനെയെങ്കിലും കറങ്ങി പോവാ. ശരി ചേട്ടാ. അയ്യോ, നടന്നു കിടന്ന് ക്ഷീണിച്ച് വയ്യ. എല്ലാരും അങ്ങോട്ട് നോക്കിക്ക്, എന്തൊരു സാധനം കൊണ്ട് വരുന്നു. ശരിയാണല്ലോ ചേട്ടാ, എന്തൊരു സാധനം കൊണ്ട് വരുന്നു, കറുത്ത രൂപം. ചേട്ടാ അത് ഭയങ്കര സ്പീഡ് വരുന്നു ഇങ്ങോട്ട്. ഇതാരാ? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ എന്റെ കാട്ടിൽ നിങ്ങൾ കയറിയേ? അയ്യോ, ഞങ്ങൾ അറിയാത്ത കാര്യം ഞങ്ങളെ വിട്. നിങ്ങളെ ഞാൻ വിടത്തില്ല. എന്റെ കയ്യിരിക്കുന്ന വലിയ വാള് കണ്ട, അത് വെച്ച് നിങ്ങളെ എല്ലാരും കൊല്ലാൻ പോവാ ഞാൻ. എല്ലാരും പെട്ടെന്ന് തിരിഞ്ഞോടിക്കോ. നീയൊക്കെ എങ്ങോട്ടാണ് പോന്നെ? അവിടെ നിക്കടാ. നമ്മളേതാ റോഡിലെത്തിയല്ലോ. എന്തൊരു കാടാ ഇവിടെ. ശരി, ഈ വഴി കൂടെ വണ്ടി പോകൂ. ഒറ്റൊരു വണ്ടി പോലും കാണുന്നില്ലേ റോഡിൽ കൂടെ. ചേട്ടാ ചിലപ്പോഴാണെങ്കിലേ രാത്രി കണ്ടായിരിക്കും വണ്ടി പോകത്തെ. രാവിലെ ഒക്കെ ആകുമ്പോ വണ്ടി പോവായിരിക്കും ഇവിടെ കൂടെ. ശരിയാ തുമ്പി, രാവിലെ ആകുമ്പോ റോഡിൽ കൂടെ വണ്ടി വാഹനങ്ങളൊക്കെ പോവും. നമ്മളെല്ലാരും ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്തോ. ശരിയാ ചേട്ടാ, നമ്മളിവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? ഒരു കൊച്ചു കുഞ്ഞു പോലും ഇല്ലാത്ത സ്ഥലത്ത് നമ്മളിപ്പോ നിൽക്കുന്നേ. എന്റെ അമ്മയെ പേടി വരുന്നു. ശരിയാ ചേട്ടാ, എനിക്ക് പേടി വരുന്നു. നമ്മളിവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? എനിക്കറിയത്തില്ല ചേട്ടാ. ഇങ്ങോട്ട് ഒരു വഴിയുണ്ട്, ബാക്കിലോട്ട് ഒരു വഴിയുണ്ട്. നമുക്ക് ഏത് വഴിയിലോട്ടാ പോണ്ടേ? നമുക്കൊന്ന് രണ്ട് ടീമായിട്ട് പോയാലോ? എനിക്ക് പേടിയാ. എനിക്ക് പേടിയാ. അല്ല, നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ശിവാനി ഞാനാണ് ഈ ബാക്കിലോട്ടുള്ള റോഡിൽ സിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. കൺമണിമോളും തുമ്പിയാണെങ്കിൽ ഈ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന ഈ വഴിയിലോട്ട് പോയി നോക്ക്. അത് വേണോ ചേട്ടാ? വേണ്ട, നമ്മൾ കുറെയൊക്കെ ദൂരം പോയി നമ്മളെല്ലാരും മിസ്സാവും. എന്നാ അങ്ങനെ വേണ്ട. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാവോ? നമുക്ക് ഈ മല ഒന്ന് കയറി നോക്കാം. അല്ല ചേട്ടാ, മല കയറേണ്ട ആവശ്യമുണ്ട്. നമ്മള് മലയുടെ മേലെ നല്ല ഉരുണ്ടൊന്നും ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ മല കയറാൻ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ ആകെ പെട്ടിരിക്കുകയാണെങ്കിലോ. മലയും കയറാൻ പറ്റത്തില്ല, അപ്പുറത്തും ഇപ്പുറത്തോട്ട് റോഡിലും പോകാൻ പറ്റില്ല. എന്ത് ചെയ്യും? ഇവിടെ തന്നെ അങ്ങ് കിടക്കാം. രാത്രി ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ ഇടിച്ചും കൊണ്ടുപോക്കോളും. അയ്യോ അത് വേണ്ട, നമുക്ക് ഈ കാട്ടിലോട്ട് തന്നെ കിടക്കാം. പിന്നെ കാട്ടിൽ കിടക്കാനുണ്ട്. പാമ്പും പഴുതാരൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് പേടിയാ. അതിനെ പേടിയാന്നല്ല, കടിക്കത്. കടിക്കുന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. എനിക്ക് എല്ലാ ജീവികളെയും പേടി, ഇങ്ങനത്തെ കുഞ്ഞു ജീവികളൊക്കെ. പറത്തുമ്പി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല ചേട്ടാ, ചേട്ടൻ പറ എന്ത് ചെയ്യുന്നു. ആകെ പെട്ടുപോയല്ലോ. നിങ്ങൾ ആരെങ്കിലും ഫോൺ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എടുത്തില്ല. എനിക്ക് സ്വന്തമായിട്ട് ഫോണില്ല. ഞാനും എടുത്തില്ല ചേട്ടാ, എനിക്കില്ലല്ലോ ഫോൺ. ഞാനും എടുത്തില്ല ചേട്ടാ, എനിക്ക് ഫോണില്ലല്ലോ. അല്ല ചേട്ടന് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടല്ലോ, അതെന്തേ? ഞാനതാണെങ്കിൽ വരുമ്പോഴാണ് ചാർജ് കുത്തിയിട്ടിട്ട് വന്ന് മറന്നുപോയി എടുക്കാൻ. എന്തായാലും കൊള്ളാം. ആ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെങ്ങനെ വിളിച്ചാൽ പറയുന്നു. അച്ഛൻ ഇങ്ങോട്ട് വണ്ടി കൊണ്ട് വരുമായിരുന്നു. നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതിയായിരുന്നു അച്ഛന്. അതാവുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഗെയിമൊക്കെ കളിക്കായിരുന്നു. ചേട്ടന് നല്ല സൂപ്പർ ഫോണല്ലേ? പിന്നെ ഗെയിം കളിക്കും. ഞാൻ എൻ്റെ ഒരു ഗെയിം ഓർ എടുക്കുന്നില്ല. പൊടി ഇടുന്നു. ഞാൻ സൂക്ഷിച്ചുകൊണ്ട് എടുക്കുന്ന ഫോണാ. അല്ല, നമ്മളാണെങ്കിൽ കാറിന്റെ കാര്യം പറയല്ലായിരുന്നേ. നിങ്ങൾ എന്തെറ്റി ഇപ്പൊ ഫോണിന്റെ കാര്യം പറയുന്നത്? ഒന്നുമില്ല കൺമണി മോളെ. ഏതായാലും വണ്ടി വരുമായിരുന്നു. ആ വണ്ടിക്ക് കയറി സിറ്റി ഇറങ്ങായിരുന്നു. എടുത്തുമ്പോ നിനക്ക് അച്ഛനോട് ഫോൺ വാങ്ങിച്ചു തരാൻ പറയത്തില്ലേ? ഞാൻ ചെറിയ കുട്ടിയില്ല, ഇപ്പൊ എനിക്ക് ഫോണിന്റെ ആവശ്യമില്ല. ഞാൻ ചേട്ടന്റെ ഫോണിനകത്ത് ഗെയിം കളിക്കുന്നത്. എന്റെ ഫോണിൽ എപ്പോഴാണ് നീ ഗെയിം കളിക്കുന്നേ? വേറെ എപ്പോഴാ? ചേട്ടൻ ഉറങ്ങി കിടക്കുന്ന സമയത്തെ ഞാൻ ചേട്ടന്റെ ഫോണിൽ ഗെയിം കളിക്കും. അന്നിട്ട് ഞാൻ എന്റെ ഫോൺ നോക്കുമ്പോ ഗെയിം ഒന്നും ഇല്ലല്ലോ. ചേട്ടൻ എഴുന്നേൽക്കുന്ന മുമ്പേ ആ ഗെയിം ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ ചേട്ടൻ എങ്ങനെ ഗെയിം കാണും? ചുമ്മാതല്ല, എന്റെ ഫോണ് ചെറുതായിട്ട് സ്റ്റക്ക് ആവുന്നതിനിടയ്ക്ക് എടീ എന്റെ ഫോൺ നശിപ്പിച്ചോടി. അച്ഛന്റെ അമ്മയുടെ പുറകെ നടന്ന് വാങ്ങിച്ച ഫോണത്. അത് നീ നശിപ്പിച്ചോടി. എന്തുവാടി നിനക്ക്? ചേട്ടൻ ചമ്മിപ്പോയി. ഒന്ന് പോടി അവിടുന്ന്. തണുക്കുന്നു. ശരി, നല്ലോണം തണുക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അയ്യോ, എന്റെ കയ്യെ കൊതു കുത്തി. നിറച്ചും കൊതുണ്ട് ഈ കാട്ടില്. ഏതൊരു വണ്ടിയുടെ ഫോണ്. ദേ ഒരു കാർ വരുന്നു. ഈ കാർ എന്തേ? എല്ലാരും കൂടെ നോക്ക്. ചേട്ടാ, കാർ വരുന്നു. ശരിയാ, നമുക്ക് ആ കാറിൽ കയറി പോയാലോ? അല്ല, കാറുകാരെ ഏറ്റു നമ്മള് പിച്ചക്കാരെന്ന് വിചാരിച്ചിട്ട്.
ലേറ്റായിരിക്കല്ലോ, നമ്മള് നല്ല ഡ്രസ്സൊക്കെ അല്ലേ. ഇങ്ങോട്ട് വരുന്നുണ്ടാ കാറ്. ചേട്ടാ കാറ് നിർത്ത്. നിങ്ങൾ ഏതാ കുട്ടികളെ? ചേട്ടാ ഞങ്ങളെ സഹായിക്കാവോ? ഓ നിങ്ങൾ പിച്ചക്കാരാണ്, ഞാൻ സഹായിക്കാം നിങ്ങളെ. അതേ രാത്രി കാട്ടിക്കൂടെ നടക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ. അയ്യോ ചേട്ടാ, ഞങ്ങളെ പിച്ചക്കാറില്ല, ഞങ്ങൾക്കൊരു സഹായം വേണമായിരുന്നു. എന്ത് സഹായം കുട്ടികളെ? മാമ ഞങ്ങളെ നീലഗിരി ജംഗ്ഷനിൽ കൊണ്ടുവിടാവോ? ആ നീലഗിരി ജംഗ്ഷൻ ആ കൊണ്ടുവിടാലോ. അല്ല കുട്ടികളെ നിങ്ങൾ എങ്ങനെ കൊടുത്തി? ചേട്ടാ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ഈ കാട്ടിലോട്ടാണ് ഞങ്ങൾ തേൻ അന്വേഷിച്ച് വന്ന് ഞങ്ങൾക്ക് വഴി തെറ്റി ഇങ്ങോട്ട് വന്നത് ചേട്ടാ. അങ്ങനെ ഞങ്ങൾ ഈ റോഡിലെത്തി. ആ സമയത്ത് ചേട്ടൻ ഈ വഴി കൂടെ കാറ് ഓടിച്ചോണ്ട് വന്ന് കണ്ടത്. അത് ഞങ്ങൾ സഹായം ചെയ്യാൻ വിളിച്ചതാ. അല്ല കുട്ടികളെ നിങ്ങളുടെ വീട് എവിടെയാ? ഞങ്ങളുടെ വീട് ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷനില്ല. അമ്മ നിങ്ങളുടെ ആ ജംഗ്ഷനിൽ കൊണ്ടുവിടാ. ഓ അത് വേണ്ട ചേട്ടാ. അതെന്താ കുട്ടികളെ? കാരണം ഞങ്ങളുടെ മാമന്റെ വീടാണെങ്കിൽ നീലഗിരി ജംഗ്ഷനില്ല, അതുകൊണ്ട് അവിടെ ഇറക്കി ഇട്ടാ മതി ഞങ്ങളെ. നിങ്ങൾ സ്വയമേ ഞങ്ങളുടെ മാമന്റെ വീട്ടിൽ പൊക്കോളാം. ആ എന്നാ ശരി കുട്ടികളെ, നിങ്ങൾ കയറിക്കോ. വളരെ നന്ദിയുണ്ട് മാമ.